നമസ്കാരം. ഇളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. വീടിന്റെ മച്ചിലെ രഹസ്യ അറയിൽ ഒളിച്ചിരുന്ന വധശ്രമ കേസ് പ്രതിയെ തൃത്താല പോലീസ് അതിസാഹസികമായി പിടികൂടി. കപ്പൂർ കാഞ്ഞിരത്താണി സ്വദേശിയായ റാഫി എന്ന സുൽത്താൻ റാഫിയെയാണ് പോലീസ് പിടികൂടിയത്. ഓഗസ്റ്റ് മാസം 4-ന് തൃത്താല ഞാങ്ങാട്ടിരിയിലാണ് കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. 4 പേർ ചേർന്ന് സുൽത്താൻ റാഫിയുടെ സുഹൃത്തിനെ കളിയാക്കുകയും ഇതിൽ പ്രകോപിതനായ റാഫിയും സുഹൃത്തുക്കളും ഈ 4 പേരെയും കാഞ്ഞിരത്താണിയിലേക്ക് വിളിച്ചുവരുത്തി ക്രൂരമായി മർദ്ദിക്കുകയും ആയുധം കൊണ്ട് പരിക്കേൽപ്പിക്കുകയും ചെയ്തിരുന്നു. ഈ സംഭവത്തിൽ പോലീസ് റാഫിക്കെതിരെ കേസെടുത്തെങ്കിലും ഇയാളെ കണ്ടെത്താനായിരുന്നില്ല. പോലീസിനെ വെട്ടിച്ച് ഒളിവ് ജീവിതം നയിക്കുന്നതിനിടെ റാഫി കാഞ്ഞിരത്താണിയിലെ വസതിയിലുണ്ടെന്ന രഹസ്യവിവരം ലഭിച്ചതോടെ പോലീസ് ഇയാളുടെ വീട്ടിലെത്തി തെരച്ചിൽ നടത്തുകയായിരുന്നു. ഇതിനിടെയാണ് വീടിന്റെ അടുക്കളയിൽ അലമാരയുടെ പുറകുവശത്തായി ഒരു വാതിലും അതുമായി ബന്ധപ്പെട്ട രഹസ്യ അറയും പോലീസ് കണ്ടെത്തുന്നത്. തുടർന്ന് പോലീസ് സാഹസികമായി ഈ രഹസ്യ അറയിൽ കടക്കുകയും ഇതിനകത്ത് ഒളിച്ചു താമസിക്കുകയായിരുന്ന റാഫിയെ പിടികൂടുകയുമായിരുന്നു. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് നാടകീയ സംഭവങ്ങൾക്കൊടുവിൽ ഇയാളെ പോലീസ് പിടികൂടുന്നത്. പ്രതിക്കെതിരെ ചാലിശ്ശേരി പോലീസ് സ്റ്റേഷനിൽ 3 കേസുകളും തൃത്താല, ചങ്ങരംകുളം എന്നീ സ്റ്റേഷനുകളിൽ ഓരോ കേസുകളും നിലവിലുണ്ട്. പിടിയിലായ റാഫിയെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. ഷൊർണൂർ ഡിവൈഎസ്പി ക്രൈം സ്ക്വാഡ് അംഗങ്ങൾ, തൃത്താല സിഐ മനോജ് കെ ഗോപി എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ പിടികൂടിയത്. കപ്പൂരിൽ കർഷക ദിനാചരണം ഉദ്ഘാടനം ചെയ്യാനെത്തിയ മന്ത്രി എം ബി രാജേഷ് കർഷകരെ അപമാനിച്ചു നടത്തിയ പ്രസ്താവന തിരുത്തണമെന്ന് പാടശേഖര സമിതി കോർഡിനേഷൻ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. കർഷക ദിനാചരണ ചടങ്ങിൽ കർഷകരുടെ പ്രയാസങ്ങൾ സർക്കാരിനെ അറിയിക്കാൻ 10 മിനിറ്റ് സമയം നൽകണമെന്ന പാടശേഖര സമിതിയുടെ ആവശ്യം നിരസിക്കുകയും പ്ലക്കാർഡ് ഉയർത്തി മന്ത്രിയുടെ ശ്രദ്ധ ക്ഷണിക്കാൻ അനുമതി നിഷേധിക്കുകയും ചെയ്തപ്പോഴാണ് പാടശേഖര സമിതി സമരരംഗത്തിറങ്ങിയതെന്നും പ്രതിഷേധിച്ചവർ കർഷകരല്ലെന്ന മന്ത്രിയുടെ പ്രസ്താവന അപലപനീയമാണെന്നും ഭാരവാഹികൾ പറഞ്ഞു. സമരം സംഘടിപ്പിച്ചിരുന്നു. വേൾഡിലെ ഈ കേരളത്തിലെ മുഴുവൻ ആളുകളുടെയും ഈ കാരണങ്ങൾ കാണിച്ചുകൊണ്ട് അവർക്ക് കിട്ടാക്കടങ്ങളും അതേപോലെ തന്നെ ബാക്കിയുള്ള ഇത് നമ്മളിപ്പോൾ ഇവിടെ സൂചിപ്പിച്ചു അതായിരുന്നു. അത് മാത്രമാണ്. അപ്പൊ മന്ത്രിക്ക് ഇപ്പൊ അതിനൊരു മറുപടി പറയാൻ ഇത്രയും കർഷകരോടുള്ള ഒരു ധാർഷ്ട്യമായുള്ള ഒരു മറുപടി പറഞ്ഞു എന്നുള്ളതാണ്. അത് പോരാതെ തന്നെ അവർക്ക് നമ്മുടെ തൃത്താല മണ്ഡലത്തിലെ മൊത്തം കർഷകരെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഒരു സമര പരിപാടിയുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. കർഷകന്റെ 12 ലക്ഷം രൂപയുടെ നെൽ കയറ്റി വിട്ട തൃത്താലയിലെ ഒരു കർഷകൻ ഇവിടെ നമ്മളൊപ്പം പ്രസ് ക്ലബിനോടൊപ്പം ചേരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പൈസ കൂടി 2 ലക്ഷം രൂപയാണ് അദ്ദേഹത്തിന്. നെൽകർഷകരോടുള്ള സർക്കാർ അവഗണന അവസാനിപ്പിക്കുക, നെൽകർഷകർക്ക് കൊടുക്കുവാനുള്ള മുഴുവൻ തുകയും നൽകുക, നെല്ലിന്റെ വില കർഷകന്റെ പേരിൽ PRS വായ്പയായി ബാങ്കിൽ നിന്ന് കൊടുക്കുന്ന സംവിധാനം അവസാനിപ്പിക്കുക, നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിൽ ഒപ്പിട്ട MOUവിലെ വ്യവസ്ഥകൾ പൂർണ്ണമായും സംസ്ഥാന സർക്കാർ പാലിക്കുക, നെല്ല് സംഭരിച്ച് 24 മണിക്കൂറിനകം കർഷകന് PRS അനുവദിക്കുക, നെല്ല് സംഭരണ വില 48 മണിക്കൂറിനുള്ളിൽ കർഷകന്റെ അക്കൗണ്ടിലേക്ക് സർക്കാർ നേരിട്ട് നിക്ഷേപിക്കുക, ബേബി കമ്മീഷൻ റിപ്പോർട്ട് സർക്കാർ ഉടൻ നടപ്പിലാക്കുക, ചിങ്ങം 1-ന് കർഷക അസംബ്ലി നടത്തുക, കല്ലടത്തൂർ പാടശേഖരത്തിൽ നെൽകൃഷി പുനഃസ്ഥാപിക്കുന്നതിന് കൃഷിവകുപ്പ് അടിയന്തരമായി ഇടപെടുക, കൃഷി നശിപ്പിക്കുന്ന കാട്ടുപന്നികളെ കൊന്നൊടുക്കാൻ സംസ്ഥാന സർക്കാർ അനുവദിച്ച മുഴുവൻ തുകയും കപ്പൂർ പഞ്ചായത്ത് അനുവദിക്കുക, വിത്ത് വിതരണത്തിലെ അനിശ്ചിതത്വം കപ്പൂർ കൃഷിഭവൻ ഉടൻ പരിഹരിക്കുക, നെല്ല് സംഭരണത്തിൽ സംസ്ഥാന സർക്കാർ നൽകുന്ന വിഹിതം വെട്ടിക്കുറക്കുന്നത് അവസാനിപ്പിക്കുക, വിള ഇൻഷുറൻസ് പദ്ധതിയിൽ സംസ്ഥാന സർക്കാർ നൽകാനുള്ള മുഴുവൻ വിഹിതവും ഉടൻ കൊടുത്തു തീർക്കുക, നെല്ലിന്റെ താങ്ങുവില 40 രൂപയാക്കി വർദ്ധിപ്പിക്കുക, ഭാരതപ്പുഴ നരണിപ്പുഴ നദി സംയോജന പദ്ധതി നടപ്പിലാക്കുക, കാങ്കപ്പുഴയിൽ നിന്ന് കപ്പൂർ പഞ്ചായത്തിലേക്ക് ഇറിഗേഷൻ സംവിധാനം നടപ്പിലാക്കുക, 60 പിന്നിട്ട കർഷകർക്ക് പ്രതിമാസ പെൻഷൻ 5000 രൂപയാക്കുക, കർഷകരുടെ മക്കൾക്ക് അഗ്രി യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നതിന് 20% സംവരണം അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും കോർഡിനേഷൻ കമ്മിറ്റി മുന്നോട്ട് വെച്ചു. പാടശേഖര സമിതി കോർഡിനേഷൻ കമ്മിറ്റി പ്രസിഡന്റ് K മൊയ്തീൻ ലിയാഖത്ത്, സെക്രട്ടറി അലിമോൻ അന്നിക്കര, ട്രഷറർ KP ഇബ്രാഹിം, പത്തിൽ മൊയ്തുണ്ണി, MK ഹനീഫ, P നാസർ, KP അലി, P സക്കീർ ഹുസൈൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. 300 ചുവട് കർഷകരാണ് നമ്മുടെ കപ്പൂര് കൃഷിഭവന്റെ കീഴിൽ നെൽകൃഷി ചെയ്യുന്നത്. അതിൽ ഞങ്ങളുടെ കോർഡിനേഷൻ കമ്മിറ്റിയുടെ ശ്രദ്ധയിൽപ്പെട്ടത് ഏകദേശം 15ഓളം കർഷകർക്ക് ഇപ്പോഴും നെല്ലിന്റെ വില കിട്ടാനുണ്ട്. 15ഓളം കർഷകർക്ക് ഇപ്പോഴും നെല്ലിന്റെ വില കിട്ടാനുണ്ട്. ഈ മന്ത്രി പറഞ്ഞ 8 എണ്ണം സാങ്കേതികത്വമാണെങ്കിൽ ഞങ്ങൾ സമ്മതിച്ചു. സാങ്കേതികത്വത്തിന്റെ പേരിൽ അവർക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളത്. എന്താണ് സാങ്കേതികത്വം എന്നുള്ളത് അവർ പഠിക്കണ്ടേ? എന്ത് സാങ്കേതികത്വം? ഞങ്ങൾ പഠിച്ചത് പാടശേഖര കോർഡിനേഷൻ കമ്മിറ്റി പഠിച്ചതിൽ ആകെ ഒരേ ഒരു കർഷകന് മാത്രമേ സാങ്കേതികത്വമുള്ളൂ. ക്ഷീര മേഖലയുടെ സംസ്ഥാന സർക്കാരിന്റെ ക്ഷീരവികസന വകുപ്പുണ്ട്.
അതുപോലെ മൃഗസംരക്ഷണ വകുപ്പ്, ഇതെല്ലാം എന്താണ് ഈ മേഖലയ്ക്ക് കർഷകന് കൈത്താങ്ങായിക്കൊണ്ട് 1% വീതം അവർ ഫണ്ട് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കർഷകർക്ക് 1% മാത്രമാക്കിക്കൊണ്ട് ആ ഇൻഷുറൻസിന്റെ പ്രീമിയം ഞങ്ങളെ 1% മാത്രം ഉൾപ്പെടുത്തിയാൽ ഞങ്ങൾക്ക് വളരെ നന്നായിരുന്നു എന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. പരുതൂർ പഞ്ചായത്തിലെ UDF ഭരണസമിതിക്കെതിരെ CPM-ന്റെ പ്രക്ഷോഭം. വിവിധ വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ച് ഈ മാസം 27-ന് ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തും. ഇതിന്റെ പ്രചരണാർത്ഥം കാൽനട ജാഥ തുടങ്ങി. UDF ഭരിക്കുന്ന പരുതൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ കെടുകാര്യസ്ഥതയിൽ ആരോപിച്ചും പൊള്ളയായ അവകാശവാദവും ഭരണപരാജയവും ചൂണ്ടിക്കാണിച്ചുമാണ് CPM-ന്റെ നേതൃത്വത്തിൽ ഈ മാസം 27-ന് ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് ജനകീയ മാർച്ച് നടത്തുന്നത്. ഇതിന്റെ പ്രചരണാർത്ഥമുള്ള കാൽനട പ്രചാരണ ആരംഭിച്ചു. കാരമ്പത്തൂരിൽ നിന്നും ആരംഭിച്ച ജാഥ P. മമ്മിക്കുട്ടി MLA ഉദ്ഘാടനം ചെയ്തു. ഈ പരുതൂർ ഗ്രാമപഞ്ചായത്തില് കഴിഞ്ഞ 5 വർഷക്കാലമായി ഭരണം കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന UDF സംവിധാനത്തിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി ഈ 5 കൊല്ലക്കാലം നടത്തിയ സ്വജനപക്ഷപാതപരമായ വികസന വിരുദ്ധമായ രാഷ്ട്രീയ പക്ഷപാതിത്വത്തിന്റെ തിമിരം ബാധിച്ചുകൊണ്ട് ഈ പഞ്ചായത്തിലെ സാധാരണക്കാരായ മനുഷ്യരെ കാണാതെ, മനുഷ്യരുടെ വിചാരങ്ങൾ ഉൾക്കൊള്ളാതെ 5 കൊല്ലക്കാലത്തേക്ക് തങ്ങളെ തെരഞ്ഞെടുത്തിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. 5 കൊല്ലക്കാലം ഭരിക്കാൻ അവർക്ക് അവകാശവും അവസരവുമുണ്ട്. പക്ഷേ ഏത് രാഷ്ട്രീയ കക്ഷിയാണെങ്കിലും പ്രസ്ഥാനങ്ങളാണെങ്കിലും തെരഞ്ഞെടുക്കപ്പെട്ട അധികാരത്തിൽ വന്നാൽ അവരെ എല്ലാവരുടെയും ആളുകളാണ് എന്നർത്ഥം. എല്ലാ ജനങ്ങളുടെയും ആളുകളാണ്. തെരഞ്ഞെടുപ്പ് സമയത്ത് മത്സരങ്ങളൊക്കെ ഉണ്ടാവും. രാഷ്ട്രീയമായ മത്സരങ്ങളും പോരാട്ടങ്ങളും വാദപ്രതിവാദങ്ങളും രാഷ്ട്രീയ നിലപാടുകൾ ജനങ്ങളുടെ ഇടയിൽ വിശദീകരിക്കലും പ്രകടന പത്രിക കൊടുക്കലും ഒക്കെ അതിൻ്റെ ഭാഗമാണെന്നർത്ഥം. C. മുസ്തഫ അധ്യക്ഷനായിരുന്നു. P. K. ചെല്ലുക്കുട്ടി, K. C. അലി ഇക്ബാൽ, P. സുധീർ, VP ഹരിനാരായണൻ, M. മോഹൻദാസ്, MV അക്ബർ അലി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. ബുധനാഴ്ച രാവിലെ ജാഥ പര്യടനം തുടങ്ങി. P. K. ചെല്ലുക്കുട്ടി ക്യാപ്റ്റനും K. C. അലി ഇക്ബാൽ വൈസ് ക്യാപ്റ്റനും P. സുധീർ മാനേജറുമായുള്ള ജാഥയാണ് പര്യടനം നടത്തുന്നത്. നാടവറമ്പിൽ നിന്ന് പ്രയാണം ആരംഭിക്കുന്ന കാൽനട പ്രചരണ ജാഥയാണ് ഈ വാഹനത്തിന്റെ തൊട്ടുപിറകിലായി വന്നുകൊണ്ടിരിക്കുന്നത്. ജനങ്ങളാകെ ദുരിതത്തിൽ മുതുതല പഞ്ചായത്തിലെ കാരക്കുന്ന് കെപ്പറമ്പ് അംബേദ്കർ നഗർ വിജ്ഞാന കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചു. മുഹമ്മദ് മുഹസിൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. മുതുതല പഞ്ചായത്തിലെ കാരക്കുത്ത് കൈപ്പുറം അംബേദ്കർ നഗർ വിജ്ഞാന കേന്ദ്രമാണ് നാടിന് സമർപ്പിച്ചത്. സംസ്ഥാന പട്ടികജാതി വികസന വകുപ്പിന്റെ അംബേദ്കർ ഗ്രാമ വികസന പദ്ധതിയിലാണ് നഗർ വിജ്ഞാന കേന്ദ്രം ഒരുക്കിയത്. മുഹമ്മദ് മുഹസിൻ MLA ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. മനുഷ്യരെ മാത്രമല്ല, മനുഷ്യരിൽ തന്നെ സ്ത്രീകളെ മാറ്റി നിർത്തിയിരുന്ന സമ്പ്രദായങ്ങൾ ഉണ്ടായിരുന്നു. ഭിന്നശേഷിക്കാരായ ആളുകളുണ്ട്, ആ കുട്ടികളെ മാറ്റി നിർത്തിയിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ലോകം വളരുന്നു, എല്ലാ മനുഷ്യർക്കും ഒരേപോലെ അന്തസ്സോടെ അഭിമാനത്തോടെ ജീവിക്കാനുള്ള അധികാരവും അവകാശമുണ്ട്. ആരും ആരുടെയും മുന്നിലും മുകളിലുമല്ല, ആരും ആരുടെയും താഴെയുമല്ല, എല്ലാവരും തുല്യരാണ് എന്ന സത്യം അത് മുന്നോട്ട് വെക്കുകയും നമ്മുടെ ഭരണഘടന അത് ഉറപ്പു നൽകുകയും കേരളത്തിൽ നമുക്ക് അഭിമാനത്തോടു കൂടി പറയാൻ പറ്റും. ഐക്യ കേരളം വന്നപ്പോൾ ആദ്യത്തെ ഗവൺമെന്റ് EMSന്റെ നേതൃത്വത്തിൽ അധികാരത്തിൽ വന്നപ്പോൾ ഭൂപരിഷ്കരണ നിയമത്തിന്റെ തുടക്കം കുറിക്കുന്ന ബില്ല് അവിടെ പാസ്സാക്കുകയും അതിന്റെ ഭാഗമായി ആ ഗവൺമെന്റിനെ തന്നെ താഴെ ഇറക്കാനുള്ള വലിയ സമരം നമ്മുടെ നാട്ടിൽ നടന്നു. ഞാൻ അതിലേക്ക് പോകുന്നില്ല. വിദ്യാഭ്യാസ അവകാശ നിയമം, എല്ലാവർക്കും വിദ്യാഭ്യാസം എന്ന് പറയുന്ന ആ മഹത്തായ സങ്കല്പം അത് യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നടപടിയും സ്വീകരിച്ചു.
എന്നാൽ അതിനുശേഷവും നമ്മുടെ നാട്ടിൽ പലതരത്തിലുള്ള ഡിസ്ക്രിമിനേഷൻസ് ഉണ്ടായിട്ടുണ്ട്. അതിനെയൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ ചരിത്രപരമായി പിന്നോക്കം സമൂഹത്തിന്റെ ഈ വ്യവസ്ഥിതിയുടെ ഭാഗമായി പിന്നോക്കം നിർത്തപ്പെട്ട ജനതയെ മുന്നോട്ട് കൊണ്ടുവരാനാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് എ ആനന്ദവല്ലി അധ്യക്ഷയായിരുന്നു. നിർമ്മിതി കേന്ദ്ര പ്രതിനിധി എ ഉസ്മാൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. എം സുബൈദ, പി എം ഉഷ, കെ പി രൂപേഷ്, കെ പി രാമോഹൻ, ലക്ഷ്മി മണികണ്ഠൻ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. ഇടവേള. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളുടെ വീട്ടിലെയോ ഓഫീസിലെയോ പഴയ ഫർണിച്ചർ മാറ്റി പുതിയത് വാങ്ങാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? അപ്പൊ പഴയ ഫർണിച്ചറുകളൊക്കെ ഇനി എന്ത് ചെയ്യും? ആ ചോദ്യത്തിന് ഇനി പ്രസക്തിയില്ല. അത്തരം ഫർണിച്ചറുകൾ ഏതൊരവസ്ഥയിലുള്ളതാണെങ്കിലും മികച്ച മൂല്യത്തിൽ എക്സ്ചേഞ്ച് ചെയ്ത് പുതിയ ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഐഫ അവസരമൊരുക്കുന്നു. ഐഫ, ദ ഫർണിച്ചർ ലൈഫ്, കേരളത്തിൽ എല്ലായിടത്തും. വാർത്തയിലേക്ക്. പട്ടാമ്പി മണ്ഡലത്തിൽ നടപ്പാക്കുന്ന മാനസമിത്ര പദ്ധതിയുടെ ഭാഗമായി സൗജന്യ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. മാനസമിത്ര ട്രെയിനിങ് ഓഫ് ട്രെയിനേഴ്സിനാണ് പരിശീലനം നൽകുന്നത്. മുഹമ്മദ് മൂസൻ MLA നേതൃത്വത്തിൽ പട്ടാമ്പി മണ്ഡലത്തിൽ നടപ്പാക്കുന്ന സമഗ്ര മാനസികാരോഗ്യ പദ്ധതിയാണ് മാനസമിത്ര. ഓഗസ്റ്റ് 27-28 ദിവസങ്ങളിലാണ് മാനസമിത്രയുടെ സൗജന്യ ട്രെയിനിങ് ഓഫ് ട്രെയിനേഴ്സിന്റെ ശില്പശാല സംഘടിപ്പിച്ചിരിക്കുന്നത്. സ്കൂൾ കേരളയുമായി സഹകരിച്ചാണ് ശില്പശാല സംഘടിപ്പിച്ചിരിക്കുന്നതെന്ന് മുഹമ്മദ് മൂസൻ MLA പറഞ്ഞു. സംസ്ഥാനത്തെ പ്രമുഖ സൈക്കോളജിസ്റ്റുകൾ, സൈക്രാറ്റിസ്റ്റുകൾ, ഡോക്ടർമാർ, വിദ്യാഭ്യാസ വിദഗ്ധർ, സ്കൂൾ കേരള ഉദ്യോഗസ്ഥർ എന്നിവർ ഇൻഹാസ് കോഴിക്കോട് മുൻ ഡയറക്ടർ ഡോക്ടർ കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിൽ അംഗീകരിച്ച മാനസമിത്രയുടെ സിലബസിന്റെ വിശകലനം നടത്തിയിരുന്നു. ഈ സിലബസിന്റെ അടിസ്ഥാനത്തിലായിരിക്കും മാനസമിത്രയുടെ സൗജന്യ ട്രെയിനിങ് ഓഫ് ട്രെയിനേഴ്സിന്റെ ശില്പശാല ഒരുക്കിയിരിക്കുന്നത്. മാനസമിത്ര പദ്ധതി പട്ടാമ്പി മണ്ഡലത്തിൽ നമ്മൾ നടപ്പിലാക്കാൻ തീരുമാനിച്ചത് ഇതിന് പ്രധാനപ്പെട്ട കാരണം 2024 ഒക്ടോബർ 13 നമ്മൾ യൂത്ത് സബ്മിറ്റ് നടത്തി. നമ്മുടെ മണ്ഡലത്തെ ഒരു ലേണിംഗ് കോൺസ്റ്റിറ്റ്യുവൻസി ആക്കി മാറ്റുക, വൈജ്ഞാനിക മണ്ഡലമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടു കൂടി യുവജനതയെ അവർക്ക് സ്കിൽ ഡെവലപ്മെന്റ്, എഡ്യൂക്കേഷൻ അടക്കമുള്ള എല്ലാ മേഖലയിലും ശാക്തീകരണം നൽകുക എന്ന പ്രധാനപ്പെട്ട ഉദ്ദേശത്തോടു കൂടിയാണ് നടന്നത്. അതിൽ പങ്കെടുത്ത യൂത്തിന്റെ പ്രധാനപ്പെട്ട ആവശ്യങ്ങളിൽ ഒന്നായിരുന്നു മെന്റൽ ഹെൽത്തുമായി ബന്ധപ്പെട്ട സപ്പോർട്ട് സിസ്റ്റം വേണമെന്നും അത് അഫോർഡബിൾ ആവണമെന്നും അപ്രോച്ചബിൾ ആകണം എന്നുള്ള കാര്യം. അതായത് സാധാരണ മാനസികാരോഗ്യ മേഖലകളിലേക്ക് പോകുമ്പോൾ അധികം ആളുകളെ നമുക്ക് അതിനുള്ള അസിസ്റ്റൻസിനും സഹായത്തിനും കിട്ടുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അതൊരു ബുദ്ധിമുട്ടുണ്ട് എന്ന് യൂത്ത് പൊതുവായിട്ട് പറഞ്ഞപ്പോൾ അതിനുള്ളൊരു സംവിധാനം ഒരുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ മാനസമിത്ര എന്ന് പറയുന്ന പദ്ധതി നടപ്പിലാക്കിയത്. സൈക്കോളജിസ്റ്റുകൾ, സൈക്യാട്രിസ്റ്റുകൾ, വിദ്യാഭ്യാസ മേഖലയിലെ വിദഗ്ധരായിട്ടുള്ള ആളുകൾ എല്ലാവരും പങ്കെടുക്കുകയും ആ സിലബസ് ഇൻഹാൻസ് തയ്യാറാക്കിയ സിലബസ് അത് ഡിസ്കസ് ചെയ്ത് കൂടുതൽ മെച്ചപ്പെടുത്തി അതിന്റെ അടിസ്ഥാനത്തിൽ കുറച്ചുപേരെ നമ്മൾ നിലവിലുള്ള പ്രൊഫഷണൽസിനെ ട്രെയിൻ ചെയ്യാനും തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നമ്മൾ സൈക്കോളജി അതുപോലെ തന്നെ സോഷ്യൽ വർക്ക് അടക്കമുള്ള ഫീൽഡിൽ ഓൾറെഡി ക്വാളിഫൈഡ് ആയിട്ടുള്ള ബിരുദാനന്തര ബിരുദം എടുത്ത് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾക്ക് ഒരു ഫിനിഷിംഗ് സ്കൂൾ പോലെയുള്ള ട്രെയിനിങ് ആണ് കൊടുക്കുന്നത്. സ്കോൾ കേരളയുമായി ബന്ധപ്പെട്ടാണ് ഈ ട്രെയിനിങ് പ്രോഗ്രാം നമ്മൾ നടത്തുന്നത്. ഉത്കണ്ഠ, വിഷാദം, ആത്മഹത്യാ പ്രവണത, സമൂഹ മാധ്യമങ്ങളുടെ അതിപ്രസരം കാരണമുണ്ടാകുന്ന ഡിജിറ്റൽ അഡിക്ഷൻ തുടങ്ങി ലഹരി അടക്കമുള്ള നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന യുവജനങ്ങളെയും വിദ്യാർത്ഥികളെയും പിന്തുണയ്ക്കുവാൻ ലക്ഷ്യമിട്ടുകൊണ്ടുള്ളതാണ് മാനസമിത്ര പദ്ധതി. തികച്ചും ശാസ്ത്രീയവും സമകാലീനവുമായ ഒരു സമഗ്ര മാനസികാരോഗ്യ പദ്ധതി കൂടിയാണ് ഇത്. MSW അല്ലെങ്കിൽ സൈക്കോളജിയിൽ ബിരുദാനന്തര ബിരുദമുള്ളവർക്ക് മാനസമിത്ര ട്രെയിനിങ് ഓഫ് ട്രെയിനേഴ്സിന് അപേക്ഷിക്കാവുന്നതാണ്. തിരഞ്ഞെടുക്കപ്പെടുന്ന അപേക്ഷകർക്ക് 2 ദിവസത്തെ ശില്പശാല തികച്ചും സൗജന്യമായാണ് നൽകുക. മാനസമിത്ര ട്രെയിനേഴ്സ് ഓഫ് ട്രെയിനേഴ്സിന്റെ 2 ദിവസത്തെ ശില്പശാലയ്ക്ക് ശേഷം തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ഇന്റേണുകളായി മാനസമിത്രയുടെ 2ാം ഘട്ടത്തിൽ പ്രവർത്തിക്കാനുള്ള അവസരവും ലഭിക്കും. സ്കൂൾ കേരളയുടെ വിദ്യാർത്ഥികൾക്കുള്ള ശില്പശാലകളായിരിക്കും മാനസമിത്രയുടെ 2ാം ഘട്ടത്തിൽ പ്രധാനമായും ഉണ്ടാകുകയെന്നും മുഹമ്മദ് മൂസൻ MLA പറഞ്ഞു. പട്ടാമ്പിയിൽ നമ്മളെ സമഗ്ര വിദ്യാഭ്യാസ മുന്നേറ്റമായിട്ടുള്ള ശ്രദ്ധയും സ്കൂൾ കേരളയും ചേർന്നുകൊണ്ടാണ് ഈ മാനസമിത്ര പദ്ധതി നടപ്പിലാക്കുന്നത്. അപ്പോ ഇതിൽ എനിക്ക് പറയാനുള്ളത് പട്ടാമ്പി മണ്ഡലത്തിലും പരിസര പ്രദേശത്തുള്ള ബിരുദാനന്തര ബിരുദം സൈക്കോളജിയിലോ സോഷ്യൽ വർക്കിലോ ഉള്ള ആളുകൾ ഈ മെന്റൽ ഹെൽത്ത് ഫീൽഡിൽ തുടർന്ന് പ്രവർത്തിക്കാൻ താല്പര്യമുള്ളവർക്ക് സൗജന്യമായിട്ട് ഈ ട്രെയിനിങ്ങിൽ പങ്കെടുക്കാനുള്ള അവസരമാണ്. തുടർന്ന് മെന്റൽ ഹെൽത്ത് ഫീൽഡിൽ നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ ശ്രദ്ധയുടെ ഇന്റേണുമാരായിട്ട് നിങ്ങൾക്ക് പ്രവർത്തിക്കാനുള്ള അവസരവും കിട്ടും. ഒരുപാട് ക്ലാസ്സുകൾ എടുക്കുന്നതിന് വിദഗ്ധരായിട്ടുള്ള സൈക്കോളജിസ്റ്റുകളും സൈക്യാട്രിസ്റ്റുകളുടെയും കൂടെ നിങ്ങൾക്ക് അസിസ്റ്റ് ചെയ്തുകൊണ്ട് ഇത്തരം പ്രവർത്തനങ്ങൾ നടത്താനുള്ള ഒരു അവസരം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് പ്രയോറിറ്റി പട്ടാമ്പി മണ്ഡലത്തിലുള്ള സൈക്കോളജി, സോഷ്യൽ വർക്ക് ബിരുദാനന്തര ബിരുദം നേടിയവരാണ്.
അതിന് പുറമേയുള്ള ഇവിടെ എത്തിപ്പെടാൻ കഴിയുന്ന ഇന്റേണുമാരായിട്ട് കൂടി വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഇതിൽ പങ്കെടുക്കാവുന്നതാണ്. Shraddha.online.org എന്ന് പറയുന്ന Shraddha.online.org എന്ന് പറയുന്ന വെബ്സൈറ്റിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. ഇത് വലിയൊരു അവസരമാണ്. മെന്റൽ ഹെൽത്ത് ഫീൽഡിൽ കൂടുതൽ ആളുകളെ ട്രെയിൻ ചെയ്ത് നമുക്ക് അഫോർഡബിൾ ആയ രീതിയിൽ, അപ്രോച്ചബിൾ ആയിട്ടുള്ള രീതിയിൽ പട്ടാമ്പി മണ്ഡലത്തിലും പരിസര പ്രദേശത്തും ആളുകളെ വാർത്തെടുക്കുകയും അവരുടെ പ്രയോജനം, അവരുടെ ഗുണം, അവരുടെ ട്രെയിനിങ്ങിന്റെ ഗുണം മറ്റുള്ള പൊതുജനങ്ങളിലേക്കും യുവാക്കളിലേക്കും യുവതികളിലേക്കും ഒക്കെ എത്തിക്കുക എന്നുള്ളതാണ്. ഓഗസ്റ്റ് 23-നാണ് അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി. കൂടുതൽ വിവരങ്ങൾക്ക് 8129830186 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാം. കൂടുതൽ തുല്യമായ ലോകത്തിനായി മലേറിയക്കെതിരായ പോരാട്ടം ത്വരിതപ്പെടുത്തുക എന്ന മുദ്രാവാക്യമുയർത്തി ലോക കൊതുക് ദിനത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം കൂറ്റനാട് നടന്നു. പരിപാടിയുടെ ഭാഗമായി പ്രചരണ റാലി, ഫ്ലാഷ് മോബ്, ബോധവൽക്കരണ പ്രദർശനം, വീഡിയോ പ്രകാശനം, ബോധവൽക്കരണ സെമിനാർ എന്നിവ നടന്നു. തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന ജില്ലാതല ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് VP റജീന നിർവഹിച്ചു. നാഗലശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് VV ബാലചന്ദ്രൻ അധ്യക്ഷനായി. ഡോക്ടർ വിദ്യ KR മുഖ്യ പ്രഭാഷണം നടത്തി. ഡോക്ടർ ബിജുമോൻ, A കൃഷ്ണകുമാർ, സയന S തുടങ്ങിയവർ സംസാരിച്ചു. വല്ലപ്പുഴയിൽ മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയെ അനുസ്മരിച്ചു. രാജീവ് ഗാന്ധിയുടെ ജന്മദിനം സദ്ഭാവന ദിനമായി ആചരിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് രാംദാസ് ദിനാചരണം ഉദ്ഘാടനം ചെയ്തു. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ ജന്മദിനമാണ് സദ്ഭാവന ദിനമായി വല്ലപ്പുഴ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചത്. പുഷ്പാർച്ചനയും ഇതോടനുബന്ധിച്ച് രാജീവ് ഗാന്ധി അനുസ്മരണവും നടത്തി. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് രാമദാസ് അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. നിർമ്മാണ മേഖലയിലായാലും ശരി, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്, രാജ്യത്തെ ഉത്പാദന ശേഷി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും വിദേശ മൂലധനം നമ്മുടെ രാജ്യത്ത്, കാരണം നമുക്കൊക്കെ അറിയാം, വിദേശ മൂലധനം ഇവിടെ വന്നാൽ മാത്രമാണ് ഇവിടെ വികസനം ഉണ്ടാവുകയുള്ളൂ, ഇവിടുത്തെ ആളുകൾക്ക് തൊഴിലവസരങ്ങൾ ഉണ്ടാവുകയുള്ളൂ, മൊത്തം രാജ്യത്ത് വികസനം ഉണ്ടാവും. അതെല്ലാം ആകർഷിക്കാനുള്ള അന്തരീക്ഷം ഉണ്ടാക്കിയത് നമ്മുടെ രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായിരുന്ന കാലഘട്ടത്തിലാണ് നമുക്കറിയാം. അദ്ദേഹം പ്രധാനമന്ത്രിയായാലും നമുക്കൊക്കെ അറിയുന്ന പോലെ തന്നെ തീർത്തും അവിചാരിതമായിട്ടാണ് അദ്ദേഹം പ്രധാനമന്ത്രിയായത്. അദ്ദേഹത്തിൻ്റെ അമ്മയായിരുന്നു നമ്മളൊക്കെ ആദരിക്കുന്ന ഇന്ത്യയുടെ ഏത് എക്കാലത്തെയും കരുത്തുറ്റ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാജിയുടെ ആകസ്മികമായ എന്താ പറയുക വേർപാടിനെ തുടർന്ന്, അല്ലെങ്കിൽ അവരും ജീവത്യാഗം ഈ രാജ്യത്തിന് വേണ്ടി പഞ്ചാബിലെ തീവ്രവാദികളുടെ വെടിയുണ്ടകൾ ഏറ്റുവാങ്ങി ഈ രാജ്യത്തിന് വേണ്ടി ജീവത്യാഗം ചെയ്തതാണ് ഇന്ദിരാജി. മണ്ഡലം പ്രസിഡന്റ് സേതു കോടനാട് അധ്യക്ഷത വഹിച്ചു. ദാവൂദ് ഹാജി, അബ്ദു ഹാജി കോമഞ്ചേരി, റഫീഖ് വല്ലപ്പുഴ, VM മുസ്തഫ, CK ഉബൈദ്, M വിജയകുമാർ, നസീർ ആലിക്കൽ, T സഹദുള്ള, ഹസീസ് പ്ലാച്ചിക്കോട്, അബ്ദുൽ ഖാദർ, EPM ഇക്ബാൽ, ബിന്ദു സന്തോഷ്, വിജയലക്ഷ്മി, നിസാർ, ഹസീന, റുക്കിയ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. ഇതോടെ നിളയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.